ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബിജി കുര്യൻ ജോൺ. പ്രൊഫഷണലി ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റാണ്. എൻ്റെ സ്വദേശം കവിയൂരാണ്. കവിയൂർ മർത്തോമ വലിയപള്ളി ഇടവാംഗമാണ്. ഇന്ന് ഈ ഒരു എപ്പിസോഡ് ചെയ്യുവാൻ ആഗ്രഹിച്ചതിൻ്റെ വലിയൊരു ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ, നാളെ ഞായറാഴ്ചയാണ്. നാളെ എല്ലാവരും ദേവാലയത്തിൽ പോകുന്ന ദിവസമാണ്. അതിനു മുമ്പായി ഇന്ന് ശനിയാഴ്ച വൈകുന്നേരം നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും ദൈവം മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ഒന്ന് ശോധന ചെയ്തുകൊണ്ട് നാളത്തെ ആരാധനയിലേക്ക് പോകുവാൻ വേണ്ടിയാണ് ഈ ഒരു എപ്പിസോഡ്. എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ, മുൻകാലങ്ങളിൽ സാധാരണ ഒരു ക്രിസ്ത്യാനി പള്ളിയിൽ പോകുന്ന പോലെ പള്ളിയിൽ പോയി കുർബാന കൊണ്ട് തിരിച്ചു വരികയായിരുന്നു. ഒരു വലിയ ഒരുക്കമോ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. കുർബാനയുടെ മഹത്വം എന്താണെന്നുള്ളതും എനിക്ക് വലിയ രീതിയിലൊന്നും അറിയില്ലായിരുന്നു. കുർബാന, നമ്മളൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് നമ്മൾ കുർബാന കൊള്ളുന്നു, തിരിച്ചു വരുന്നു എന്നുള്ളതിനപ്പുറമായി കൂടുതലൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ 2020 മുതൽ എനിക്കത് മാറി ചിന്തിക്കുവാനുള്ളൊരു അവസരം ദൈവം എൻ്റെ മുമ്പിൽ വെച്ച് തന്നു. 2020 മുതൽ പതുക്കെ ഞാൻ ദൈവം മുമ്പാകെ എന്നെ തന്നെ സമർപ്പിച്ച് ആരാധനയിൽ പങ്കുചേരുവാൻ ഞാൻ ആരംഭിച്ചു. അന്ന് മുതൽ അങ്ങനെ മാറി ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, ഭൗതികപരമായ മാറ്റങ്ങളും ആത്മീയപരമായ മാറ്റങ്ങളും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാണപ്പെടുവാൻ സാധിച്ചു. അപ്പോൾ അതുപോലെ ആർക്കെങ്കിലും ഇതുപോലെ ഞാനിപ്പോൾ ഈ ചിന്തിക്കുന്ന ചിന്തയിലൂടെ വരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഒരാൾക്കെങ്കിലും മാറ്റി ചിന്തിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഒരു നല്ല ഒരുക്കത്തോടു കൂടി ദേവാലയത്തിൽ പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവരെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിന് ഞാൻ ആരംഭം കുറിക്കുകയാണ്. ഇന്ന് നമ്മൾ ദൈവവചനമായി ചിന്തിക്കുന്ന വാക്യം വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 20-ാം വാക്യമാണ്. അതിൽ പറയുന്നത്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദുഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല. ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ യഥാർത്ഥമായി നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക, ശരിക്കും നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഇതിനകത്ത് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, കർത്താവ് ആഗ്രഹിക്കുന്നത് നിന്റെ സഹോദരനെ സ്നേഹിക്കുവാനാണെന്നാണ്. നിനക്കൊരു സഹോദരനെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ സഹോദരനെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മൾ പലരും അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാതെ ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഓരോ മനുഷ്യർക്കും ഓരോ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതൊന്നും ചിന്തിക്കാതെ നമ്മൾ ദേവാലയത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ ദേവാലയത്തിൽ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം, നിൻ്റെ സ്വന്തം സഹോദരനെ നീ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ? അതോ പുറമേ എല്ലാവരും കാണുക ഒരു സ്നേഹത്തിലും സന്തോഷത്തിലുമാണ് ജീവിക്കുന്നത്. ആൾക്കാർക്ക് കാണുമ്പോൾ സ്നേഹത്തിലാണ്, സന്തോഷത്തിലാണ്. പക്ഷേ നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നീ നിൻ്റെ സഹോദരനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ? നിന്നോട് തന്നെ നീ ചോദിച്ചു നോക്കുക. എന്തെങ്കിലും നിൻ്റെ സഹോദരന് ഒരു വീഴ്ച വന്നാലോ, ഒരു ആപത്ത് വന്നാലോ, ഒരു ബലഹീനത വന്നാലോ ആത്മാർത്ഥമായി നീ അവൻ്റെ കൂടെ നിൽക്കുന്നുണ്ടോ? അതോ പുറമേ നീ അവനെ അനുതാപ വാക്കുകൾ, സഹായ വാക്കുകൾ ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നിനക്ക് നിൻ്റെ സഹോദരന് യഥാർത്ഥമായ സ്നേഹമുണ്ടോ എന്ന് ഈ നിമിഷത്തിൽ നമ്മളൊന്ന് ചിന്തിക്കണം. ദൈവം ആഗ്രഹിക്കുന്ന നിൻ്റെ ഉള്ളാണ്,
നിൻ്റെ ഉള്ളിലെ സ്നേഹമാണ് ദൈവം കാണുന്നത്. അവിടാണ് നിനക്ക് തിരുത്തലുകൾ ഉണ്ടാകേണ്ടത്. പുറമേ നമുക്ക് എന്നും കുർബാന കൊണ്ടെങ്കിലോ എന്നും പള്ളിയിൽ പോയിട്ടോ നമുക്ക് കാര്യമില്ല. ദൈവം മുമ്പാകെ നമ്മുടെ ഉള്ള് മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം, നമ്മുടെ ദേവാലയത്തിൽ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം നമുക്ക് ഉണ്ടാകുകയുള്ളൂ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അതായത് മനുഷ്യരാണ്, സഹോദരങ്ങളായിട്ട് ചിലപ്പോൾ പിണക്കുകളുണ്ടാകാം, വലിയ പിണക്കുകളുണ്ടാകാം, ചെറിയ പിണക്കുകളുണ്ടാകാം. ചിലപ്പോൾ പിണക്കുകളുണ്ടായിട്ട് അത് തീർന്നിട്ടുണ്ടാവാം. പക്ഷേ നമ്മുടെ ഉള്ളിൽ നമ്മളോട് ചോദിക്കുക, ആത്മാർത്ഥമായാണോ ഞാൻ എൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നത്? അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ദൈവം മുമ്പാകെ ഈ ഒരു അവസരം നമുക്കെടുക്കാം. എപ്പോഴും നമുക്ക് ഈ ഒരു അവസരം, ഇങ്ങനെ ചിന്തിക്കാനൊരു അവസരം നമുക്ക് ലഭിച്ചെന്ന് വരികയില്ല. ഇത് ദൈവം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ച് തന്നിരിക്കുന്ന ഒരു അവസരമാണിത്. നാളെ ഞായറാഴ്ചയാണ്, നമ്മൾ കുർബാന കൊള്ളാൻ പോവുകയാണ്. ദൈവം മുമ്പാകെ അവൻ്റെ ശരീരവും രക്തവും നമ്മൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പായി നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ സഹോദരനോട് പിണക്കുണ്ടെങ്കിൽ, ഉള്ളിലൊരു വിദ്വേഷമുണ്ടെങ്കിൽ, ഒരു അകൽച്ചയുണ്ടെങ്കിൽ, ഇപ്പോൾ തന്നെ നിങ്ങൾ ദൈവം മുമ്പാകെ അത് ഏറ്റു പറയുക. കർത്താവേ, എൻ്റെ സഹോദരനോട് എനിക്ക് ഒരു പിണക്കുണ്ട്, നീ എന്നോട് ഇടപെടണമേ, എൻ്റെ സഹോദരനോട് ഇടപെടണമേ, ഞങ്ങൾക്കിടയിലുള്ള ഒരു അകൽച്ച നീ മാറ്റിത്തരണമേ. അവിടുന്ന് ഞാൻ നിൻ്റെ സന്നിധിയിൽ താഴ്ന്ന് അപേക്ഷിക്കുകയാണ്. നിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, നാളെ ദേവാലയത്തിൽ പോകുമ്പോൾ നിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനുള്ള വലിയൊരു കൃപ നീ എനിക്ക് തരണമേ. അനുദപിച്ചുകൊണ്ട് നാളെ ദേവാലയത്തിൽ പോവുക. എങ്കിൽ നിൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം നിനക്ക് സാധിച്ചെടുക്കാൻ കഴിയും. ഇതാണ് കർത്താവിൻ്റെ അത്ഭുതം. മറ്റ് അത്ഭുതങ്ങളെക്കാൾ എല്ലാം വലിയൊരു അത്ഭുതം നിൻ്റെ ജീവിതത്തിൽ കാണപ്പെടാൻ പറ്റുന്നത്, നിൻ്റെ സ്വന്തം സഹോദരനെ നീ സ്നേഹിക്കുവാണെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് വലിയ മാറ്റങ്ങൾ, അത്ഭുതങ്ങൾ നിനക്ക് കാണുവാൻ, നിൻ്റെ കണ്ണുകൊണ്ട് നിനക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് നിങ്ങളിങ്ങനെ ചിന്തിച്ചു പോവുകയാണെങ്കിൽ വളരെ ചുരുക്കം ദിവസങ്ങൾ തന്നെ നിൻ്റെ സഹോദരൻ നിന്നോട് പിണക്കുണ്ടെങ്കിൽ നിൻ്റെ സഹോദരൻ നിന്നോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുവാനുള്ള അവസരം ദൈവം തീർച്ചയായിട്ടും നിനക്ക് ഒരുക്കി തരും. പക്ഷേ നീ ഇന്ന് ആത്മാർത്ഥമായി അനുദപിക്കണം. അനുദപിച്ചെങ്കിൽ മാത്രമേ ദൈവം നമ്മളോട് ഇടപെടുകയുള്ളൂ. ഹൃദയം നുറങ്ങിയവന് ദൈവം സമീപസ്ഥൻ എന്ന് പറയുന്ന വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ഹൃദയം നുറങ്ങി നമ്മൾ ഇന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുക. ഇന്ന് നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് 3 പ്രാവശ്യം 1 യോഹന്നാൻ 4:20 ആവർത്തിച്ച് നിൻ്റെ ഹൃദയത്തിൽ പറയുക. കാണപ്പെടുന്ന സഹോദരനെ എനിക്ക് സ്നേഹിക്കാൻ കഴിയാതെ എങ്ങനെ കാണപ്പെടാത്ത എൻ്റെ ദൈവത്തെ എനിക്ക് സ്നേഹിക്കാൻ കഴിയും? നീ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ നിൻ്റെ കാണപ്പെടുന്ന സഹോദരനെ നീ സ്നേഹിക്കുന്നില്ല. നിന്നോട് നീ ചോദിക്കുക, നീ ചെയ്യുന്നത് ശരിയാണോ? നിൻ്റെ ഹൃദയത്തോട് നീ ചോദിക്കുക. നിൻ്റെ ഹൃദയമാണ് ദൈവം നോക്കുന്നത്. നിൻ്റെ ഹൃദയത്തോട് നീ ചോദിക്കുക, നീ ചെയ്യുന്നത് ശരിയാണോ? ഒരു നിമിഷം ദൈവം മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ഈ രാത്രി കടന്നു പോകുമ്പോൾ നിൻ്റെ ഹൃദയത്തിലെ എല്ലാ വേദനകളും കർത്താവിന് സമർപ്പിക്കുക. നിൻ്റെ സഹോദരനോടുള്ള എല്ലാ പിണക്കങ്ങളും എല്ലാ വിരോധങ്ങളും ദൈവം മുമ്പാകെ കർത്താവിൻ്റെ കുരിശിൻ ചുവട്ടിൽ നീ സമർപ്പിച്ച് വെച്ചുകൊണ്ട് നീ പ്രാർത്ഥിച്ച് നാളെ രാവിലെ നീ ആരാധനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് നീ തിരിച്ചു വരുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കും. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.